നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ മാനനഷ്ട കേസിൽ ഇത്തവണയും സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായില്ല. തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് പരിഗണിച്ചെങ്കിലും കോടതി അയച്ച സമൻസ് സ്വപ്ന സ്വീകരിക്കാതെ മടങ്ങുകയായിരുന്നു. പ്രസ്തുത വിലാസത്തിൽ സ്വപ്ന താമസമില്ലെന്ന് കാണിച്ചാണ് സമൻസ് മടങ്ങിയത്. രണ്ടാം പ്രതി വിജേഷ് പിള്ള അഭിഭാഷകൻ വഴി അവധി അപേക്ഷ നൽകി. MV ഗോവിന്ദന്റെ മൊഴി തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിയിരുന്നു. കേസ് 28-ന് വീണ്ടും പരിഗണിക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും എതിരായ ആരോപണങ്ങൾ പിൻവലിക്കാൻ വിജേഷ് പിള്ള വഴി MV ഗോവിന്ദൻ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നായിരുന്നു സ്വപ്ന സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയത്. ഇതാണ് മാനനഷ്ട കേസിന് ആധാരമായത്. ഇതിനെതിരെയാണ് MV ഗോവിന്ദൻ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട കോടതിയിൽ അഭിഭാഷകനായ നിക്കോളാസ് ജോസഫ് മുഖേന പരാതി നൽകിയത്. ആരോപണത്തിന് പിറകിൽ ഗൂഢാലോചനയുണ്ടെന്നും തന്റെ വ്യക്തി ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയെന്നുമാണ് മാനനഷ്ട പരാതിയിൽ MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത്. സ്വപ്നയ്ക്കെതിരെ CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K സന്തോഷ് നൽകിയ പരാതിയിലെ FIR ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് MV ഗോവിന്ദന്റെ നിയമ നടപടി. 50 വർഷത്തോളമായി തുടരുന്ന നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത സൽപ്പേര് കളങ്കപ്പെടുത്തുകയും തന്റെയും മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന് മാനഹാനി ഉണ്ടാക്കുകയും ചെയ്തുവെന്നാണ് MV ഗോവിന്ദൻ പരാതിയിൽ പറഞ്ഞത്. MV ഗോവിന്ദൻ നേരിട്ട് നൽകിയ പരാതി ഫയലിൽ സ്വീകരിച്ച് കഴിഞ്ഞ മെയ് 2-ന് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് സാക്ഷികളായ മുൻ RDO AC മാത്യുവിന്റെയും CPM തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം K ഗണേശന്റെയും മൊഴി തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ചില്ലിക്കാശ് പോലും നഷ്ടപരിഹാരം നൽകില്ലെന്നും മാപ്പ് പറയില്ലെന്നുമാണ് സ്വപ്ന സുരേഷ് നേരത്തെ പ്രതികരിച്ചത്. ഏതു നിയമ നടപടികളും നേരിടാൻ താൻ തയ്യാറാണ്. എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് ആരോപണം ഉന്നയിച്ചതെന്നും സ്വപ്ന പറഞ്ഞിരുന്നു. സ്വപ്നയുടെ ആരോപണത്തിൽ DGPക്ക് വിജേഷ് പിള്ളയും പരാതി നൽകിയിരുന്നു. 30 കോടി വാഗ്ദാനം ചെയ്തെങ്കിൽ തെളിവ് പുറത്തുവിടട്ടെയെന്നും വിജേഷ് വെല്ലുവിളിച്ചു. വെബ് സീരീസുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് സ്വപ്നയെ കണ്ടത്. സ്വപ്നയെ താൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും ബിസിനസ് ഇടപാട് മാത്രമാണ് സ്വപ്നയുമായി സംസാരിച്ചതെന്നുമാണ് വിജേഷ് പിള്ള പറഞ്ഞത്. 30 കോടി തരാമെന്നല്ല, വെബ് സീരീസിന്റെ 30% ലാഭവിഹിതം നൽകാമെന്നാണ് പറഞ്ഞത്. സ്വപ്ന സുരേഷ് ആരോപിച്ചതുപോലെ MV ഗോവിന്ദനെ നേരിട്ട് പരിചയമില്ലെന്നും അദ്ദേഹം തന്റെ നാട്ടുകാരനാണെന്ന് സംസാരത്തിനിടെ പറഞ്ഞിരുന്നുവെന്നും വിജേഷ് പിള്ള വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.